നാടൻ മഞ്ഞൾ ഒരു 3 മഞ്ഞൾ തൈ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ് അത്രയും. ഇതാണ് മഞ്ഞൾ. ഇതുപോലെ നട്ട് വളർത്തിയാണ് ഒരു 2-3 തൈ മഞ്ഞൾ കിട്ടി. അതിനെ നമ്മളെ വീട്ടിൽ എങ്ങനെ പൊടിക്കുന്ന രീതി അത് വിശദമായിട്ട് തന്നെ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. ഒരു 400 ഗ്രാം വരും പച്ച, അത്രേ വരുള്ളൂ മഞ്ഞൾ. ഇത് നന്നായി കഴുകി മണലെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനെ പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലല്ല, ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അത് കാണാം. കുറച്ച് മഞ്ഞളേ ഉള്ളൂ. അതുകൊണ്ട് ആ മഞ്ഞൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആ മഞ്ഞൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ തീ കത്തി നല്ല വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പുക വരുന്നുണ്ടോ, ഫോണിൽ കൂടി കാണാൻ പറ്റുമെന്നറിയില്ല. ആ വെള്ളം തന്നെ ഒരു മഞ്ഞ കളറായി മാറിയിട്ടുണ്ട്. മഞ്ഞളിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഈർക്കിലെടുത്ത് നല്ല തിളച്ച് കുറേ ടൈമായി, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടാണ്. ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയപ്പോൾ അത് മഞ്ഞളിലോട്ട് താന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനി അത് കറക്റ്റായി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണാം. ഓക്കെ. ചൂടൊന്ന് മാറിയിട്ടുണ്ട്. എല്ലാവരും ഉണങ്ങിയതിന് ശേഷം തൊലി കളയുന്നു. ഞാൻ ഏതായാലും നേരെ മറിച്ച് ഇപ്പോഴും തൊലി കളയാമെന്ന് വിചാരിക്കണ്ട. ഇതാണ് എളുപ്പം കേട്ടോ. ഈ പുഴുങ്ങി വെച്ച മഞ്ഞൾ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തൊലി അങ്ങ് പൊയ്ക്കോളൂ. മഞ്ഞ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടാണ് അരിയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയും. ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ചെറുതാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിലും വേണം ചെറുതാക്കാം. പിന്നെ മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിയുന്നത്. നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കാരണം വെയിലത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയാണ്. വലിയ കഷ്ണമായാൽ ഉണങ്ങാൻ ദിവസങ്ങളെടുക്കുക, 2 ആഴ്ച പിടിക്കും. പിന്നെ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്, നന്നായി പൊടിയുകയും ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അടിപൊളിയല്ലേ? ഇപ്പോൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇത് മിക്കവാറും 2 ദിവസം കൊണ്ട് ഉണങ്ങും. അതാണ് ആ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഉണങ്ങും. നല്ല വെയിലും ഉണ്ടല്ലോ. വലിയ കഷ്ണമായാൽ ഉണങ്ങാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ മായമില്ലാത്ത മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കല്ല, ഒരാഴ്ചക്കെങ്കിലും കിട്ടുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കൊണ്ട് മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെയിലും കൂടി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് 3 തൈയിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം, നിങ്ങളുടെ വീട്ടിലും ഒരു മഞ്ഞൾ തൈ ഉണ്ടെങ്കിൽ അതിൽ ആ മഞ്ഞളെടുത്ത് എങ്ങനെ പൊടിച്ച് നമ്മൾ മായമില്ലാത്ത മഞ്ഞൾപ്പൊടി നമ്മുടെ കറികളിൽ ഇടാം എന്നുള്ളൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ്. ഞാനും പണ്ട് ആലോചിക്കുമായിരുന്നു, ഇതുവരെ അറിയില്ലായിരുന്നു. ഇപ്പം അറിഞ്ഞു, യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത്. ഇനി നമ്മൾ ചെറിയ ജാറിലിട്ട് പൊടിക്കാം. ഓക്കെ. അപ്പോൾ ജാറിലിട്ടു, കുറച്ചേ ഉള്ളൂ. ഇതിന് ചെറിയ ജാറാണ്, ആ ജാറിൽ കുറച്ചേ ഉള്ളൂ. ഏതെല്ലാം അടച്ചു മിക്സിയിൽ അടിക്കുകയാണ്. ഓക്കെ. നിങ്ങൾ കാണുക എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത മഞ്ഞൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടല്ലോ, സൂപ്പർ, നന്നായിട്ട് ഇതായിട്ടുണ്ട്, തരിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മഞ്ഞൾ വീട്ടിൽ കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിന്, വിൽക്കാനല്ല, വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മളെ പിള്ളേർക്ക്, നമ്മളെ മാതാപിതാക്കൾ എല്ലാവരും നല്ല ഫുഡ് കഴിക്കാം നല്ല മഞ്ഞളോടെ. കാരണം ഞാൻ കൃഷിഭവനിലെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ സാറ് വന്ന് പറഞ്ഞായിരുന്നു, ഏറ്റവും ക്യാൻസർ എന്ന രോഗം ഉണ്ടാക്കുന്ന വിഷാംശത്തിൻ്റെ കളർ ചേരുന്നത് മഞ്ഞൾപ്പൊടിയിലാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോടെ എൻ്റെ കിളി പോയിരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയും മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്. വിൽക്കാനല്ലോ, നമ്മുടെ വീട്ടിൽ ആവശ്യത്തേക്ക് ഒരാഴ്ചയ്ക്കുള്ള മഞ്ഞൾപ്പൊടിയുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക. മഞ്ഞളെന്ന് മാത്രമല്ല, കൃഷിപരമായി പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുക.
രോഗങ്ങളെ ഓടിക്കുക. നല്ല മണം. എങ്ങനെയുണ്ട് എൻ്റെ മഞ്ഞൾപ്പൊടി? ഇഷ്ടമായോ? പറയാനുണ്ട് പോരെ? നമ്മളെ വീട്ടിലുണ്ടായ 2-3 തൈയിൽ നിന്ന് കിട്ടിയ കുറച്ച് വെള്ളം ഇടാതെ വെറും വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കിട്ടിയ ഈ മഞ്ഞൾപ്പൊടിക്ക് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെയുള്ള നല്ല വീഡിയോകളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് മറ്റുള്ള ആൾക്കാരിൽ എത്തിക്കൂ. മഞ്ഞൾ എങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം.